നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അഖില ലോക തൊഴിലാളി ദിനമായ മെയ് 1 ആശംസകൾ, അതായത് മെയ് ദിനാശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നേരുന്നു. ഇനിയും ഇന്നത്തെ വാർത്തകളിലേക്ക് കടന്നാൽ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള വാക്പോര് പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ ഇറാൻ നയത്തെ മെർസ് വിമർശിച്ചതാണ് നിലവിലെ തർക്കങ്ങൾക്ക് കാരണം. ട്രംപിന്റെ പരിഹാസമായി ജർമ്മനി ഒരു തകർന്ന രാജ്യമാണെന്നും അത് ശരിയാക്കാൻ മെർസ് ശ്രദ്ധിക്കണമെന്നും ട്രംപ് പരിഹസിച്ചു. ജർമ്മനിയിലെ ഊർജ്ജ പ്രതിസന്ധിയും കുടിയേറ്റ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ജർമ്മൻ ചാൻസലർ സമയം ചെലവാക്കേണ്ടതെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ തുറന്നടിച്ചത്. ഇറാൻ വിഷയത്തിൽ ട്രംപിന് കൃത്യമായ തന്ത്രങ്ങളില്ലെന്ന് മെർസ് കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. മെർസിന് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെന്നാണ് ട്രംപിന്റെ മറുപടി. അതേസമയം ജർമ്മനിയിലുള്ള അമേരിക്കൻ സൈന്യത്തെ കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മെർസ് പരാജയപ്പെട്ടുവെന്നും അമേരിക്കയുടെ ഇറാൻ നയത്തിൽ ഇടപെടേണ്ടതില്ലെന്നും ട്രംപ് കർശനമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസിന്റെ പുതിയ അവകാശവാദം ജർമ്മനിയിൽ ഏറെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. തന്നെ പോലെ ഇത്രയും അധികം ആക്ഷേപങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നേരിട്ട മറ്റൊരു ചാൻസലർ ജർമ്മനിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഫ്രീഡ്രിഷ് മെർസിന്റെ പരാതി. എന്നാൽ ജർമ്മനിയുടെ 77 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഈ വാദം തെറ്റാണെന്ന് കാണാം. മുൻ ചാൻസലർമാർ നേരിട്ട വെല്ലുവിളികൾ നോക്കിയാൽ മെർസിനേക്കാൾ കടുത്ത ആക്രമണങ്ങൾ നേരിട്ടവരാണ് മുൻഗാമികളിൽ പലരും. ഇതിൽ കോൺറാഡ് ആഡ്നവറെ നോക്കിയാൽ ഇദ്ദേഹത്തിന് നേരെ ബോംബ് ആക്രമണം വരെ ഉണ്ടായിട്ടുണ്ട്. വില്ലി ബ്രാൻഡ് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ രാജ്യദ്രോഹി, അതായത് ഫാറ്റർലാൻഡ്സ് ഫെറേറ്റർ എന്നുവരെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹെൽമുട്ട് ഷ്മിറ്റിനെ പറ്റി പറഞ്ഞാൽ യുദ്ധത്തിന് ദാഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ യുദ്ധക്കൊതിയൻ, അതായത് ക്രീക്സ് ട്രൈബർ എന്നുവരെ അദ്ദേഹം മുദ്ര കുത്തപ്പെട്ടു. ഇനിയും ഹെൽമുട്ട് കോൾ, 16 വർഷം ജർമ്മനിയെ ഭരിച്ച ഹെൽമുട്ട് കോളിനെ പറ്റി ശാരീരികമായ പരിഹാസങ്ങൾക്കും, അതായത് അദ്ദേഹത്തെ പേരയ്ക്ക എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു. മുട്ടയേറുകൾക്കും അദ്ദേഹം ഇരയായിട്ടുണ്ട്. ജർമ്മൻ ചാൻസലർ പദവിയിൽ ഇരുന്നിട്ടുള്ള എല്ലാവരും തന്നെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും വ്യക്തിഹത്യകളും നേരിട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപുമായുള്ള ഇപ്പോഴത്തെ വാക്പോരിനിടയിൽ താൻ വലിയ ഇരയാണെന്നാണ് മെർസ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മുൻ ചാൻസലർമാരുടെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെർസിന്റെ ഈ പരാതി വെറും കരച്ചിൽ, അതായത് ഗ്യാമറായി മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജർമ്മനിയിൽ പെട്രോൾ പമ്പുകൾ നിയമം ലംഘിക്കുന്നുവെന്നും ഇന്ധനവിലയിൽ വലിയ ക്രമക്കേട് വരുത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധനവില കുതിച്ചുയരുന്ന തടയാൻ ജർമ്മനി കൊണ്ടുവന്ന 12 മണി നിയമം, അതായത് 12 അവർ റൂൾ, ആയിരക്കണക്കിന് പെട്രോൾ പമ്പുകൾ ലംഘിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം പെട്രോൾ പമ്പുകൾക്ക് ദിവസത്തിൽ ഒരിക്കൽ മാത്രം, അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് വില വർദ്ധിപ്പിക്കാനേ അനുവാദമുള്ളൂ. ബാക്കി സമയങ്ങളിൽ വില കുറയ്ക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഏപ്രിലെ ആദ്യ 3 ആഴ്ചകൾ കണക്കുകൾ പരിശോധിച്ചാൽ ഏകദേശം 4/1 പമ്പുകളും നിയമം ലംഘിച്ച് ഒന്നിലധികം തവണ വില വർദ്ധിപ്പിച്ചതായി കണ്ടെത്തി. ഏകദേശം 60,000 നിയമവിരുദ്ധ വില വർധനവുകൾ നടന്നതായിട്ടാണ് സൂചന. ഇതിന്റെ സാങ്കേതിക തകരാറുകളായി കാരണങ്ങൾ പറയുമ്പോൾ റിപ്പോർട്ടിംഗിലെ താമസം എന്നിവയാണ് പറയുന്നത്. എന്നാൽ മനഃപൂർവ്വം വില കൂട്ടിയവരും ഇതിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിയമം ലംഘിക്കുന്ന പമ്പുകൾക്ക് 1,00,000 യൂറോ വരെയാണ് പിഴ ഈടാക്കാൻ വ്യവസ്ഥയുള്ളത്. എന്നാൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ആര് നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ അധികൃതർക്കിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ജനങ്ങളെ സഹായിക്കാൻ കൊണ്ടുവന്ന നിയമം പമ്പുകൾ പരസ്യമായി ലംഘിക്കുന്നത് ജർമ്മനിയിൽ വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. ജർമ്മനിയിൽ വീട് വാടക കുറയ്ക്കാൻ പുതിയ നിയമം വന്നു. ഫർണിഷ്ഡ് ഫ്ളാറ്റുകൾക്ക് നിയന്ത്രണവും. ഫർണിഷ്ഡ് ഫ്ളാറ്റുകളുടെ മറവിൽ അമിത വാടക ഈടാക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ ബില്ലിന് ജർമ്മൻ മന്ത്രിസഭ അംഗീകാരം നൽകി. ഇതിലെ പ്രധാന മാറ്റങ്ങൾ നോക്കിയാൽ, ഫർണിഷ്ഡ് ഫ്ളാറ്റുകൾ ഇനി മുതൽ വീടിന്റെ അടിസ്ഥാന വാടകയും ഫർണിച്ചറുകൾക്കുള്ള അധിക ചാർജും വെവ്വേറെ കാണിക്കണം. ഫർണിച്ചർ ചാർജ് അടിസ്ഥാന വാടകയുടെ 10% കൂടാൻ പാടില്ല. അല്ലാത്ത പക്ഷം ആ വീട് ഫർണിഷ് ചെയ്യാത്ത വീടായി കണക്കാക്കും. ഹ്രസ്വകാല വാടക നോക്കിയാൽ ഹ്രസ്വകാല കരാറുകൾ
പരമാവധി 6 മാസമായി നിജപ്പെടുത്തും. പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇത് 8 മാസം വരെ നീട്ടാൻ സാധ്യതയുണ്ട്. വാടക നിയന്ത്രണ നിയമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഹ്രസ്വകാല കരാറുകൾ ഉപയോഗിക്കുന്നത് തടയാനാണിത്. ഇനിയും വിലക്കയറ്റ നിയന്ത്രണം. പണപ്പെരുപ്പത്തിനനുസരിച്ച് വാടക കൂട്ടുന്ന രീതിയിൽ നിയന്ത്രണം വരും. പണപ്പെരുപ്പം 3% മുകളിലായാൽ അതിന്റെ പകുതി മാത്രമേ വാടകയിൽ വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ. ഇനി ഒഴിപ്പിക്കൽ നടപടി എങ്ങനെയാവും? വാടക കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ വീട് ഒഴിയേണ്ടി വരുന്നവർക്ക് തുക പൂർണ്ണമായും അടച്ചു തീർത്താൽ ഒരു തവണ ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാം. വാടകക്കാർക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നാണ് കരുതുന്നത്. ചുരുക്കത്തിൽ നഗരങ്ങളിൽ വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ടും അമിത വാടകയും കുറയ്ക്കാൻ സർക്കാർ നടത്തുന്ന നീക്കമാണിത്. എന്തായാലും ഇത്തരം ഒരു വാർത്ത ഇവിടുത്തെ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരിക്കും. കാരണം വീട് കിട്ടാതെ പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനിയും വീട് കിട്ടിയവർ തന്നെ പലവിധ ബുദ്ധിമുട്ടുകളാൽ, അതായത് ലാൻഡ് ലോഡിന്റെ പലവിധ കുബുദ്ധി നിയമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതും നിരവധി, അല്ലെങ്കിൽ ഒരു തുക തന്നെ നൽകേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഒത്തിരി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലരും ഞങ്ങളെ ഇക്കാര്യം പറഞ്ഞ് വിളിക്കുമ്പോൾ പല കീറാമുട്ടി എന്ന തോതിൽ ലാൻഡ് ലോഡുകൾ നിയമങ്ങൾ പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് അമിതമായി വാടകയും മറ്റും ഈടാക്കിയതിന്റെ ഒത്തിരി നിരവധി കേസുകൾ ഞങ്ങളും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിയമം മലയാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സ്വീഡൻ രാജാവ് 80ന്റെ നിറവിൽ സ്റ്റോക്ക്ഹോമിൽ രാജകീയ ആഘോഷമാണ് നടന്നത്. തിളക്കമായി വിദേശ അതിഥികളും കുട്ടി രാജകുമാരിയും. സ്വീഡന്റെ പ്രിയപ്പെട്ട ഭരണാധികാരി കാൾ 16 ഗുസ്താഫ് രാജാവിന് 80ാം ജന്മദിനമാണ്. രാജകീയ പ്രൗഢിയും ആഗോള ശ്രദ്ധയും നിറഞ്ഞ ആഘോഷങ്ങൾക്കായി യൂറോപ്പിലെയും ഏഷ്യയിലെയും പ്രമുഖ രാജകുടുംബാംഗങ്ങൾ സ്റ്റോക്ക്ഹോമിലെ കൊട്ടാരത്തിലേക്ക് ഒഴുകിയെത്തി. ആകർഷകമായി സോഫിയയുടെ തൊപ്പിയും കുട്ടി രാജകുമാരി. ചടങ്ങിൽ ഏവരുടെയും കണ്ണുടക്കിയത് പ്രിൻസ് സോഫിയയുടെയും, അതായത് 41 വയസ്സുള്ള പ്രിൻസ് സോഫിയയുടെയും വേഷവിധാനത്തിലാണ്. മുഖം പകുതിയോളം മറയ്ക്കുന്ന കൂറ്റൻ തൊപ്പി ധരിച്ചെത്തിയ സോഫിയയ്ക്ക് കാഴ്ച അല്പം ബുദ്ധിമുട്ടായെങ്കിലും സ്റ്റൈലിന്റെ കാര്യത്തിൽ താരം കയ്യടി നേടി. സോഫിയയുടെ മടിയിലിരുന്ന് കുസൃതി കാട്ടിയ 1 വയസ്സുകാരി ഇൻസ് മേരി ലീലിയൻ സിൽവിയ രാജകുമാരിയായിരുന്നു ചടങ്ങിലെ മറ്റൊരു താരം. വിശിഷ്ടാതിഥികളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. തണുപ്പിനെ പ്രതിരോധിക്കാൻ പരമ്പരാഗത സ്വർണ്ണ വസ്ത്രത്തിന് മുകളിൽ പുതപ്പ് ധരിച്ചെത്തിയ തായ് രാജ്ഞിയുടെ ചിത്രവും ശ്രദ്ധേയമായി. ജർമ്മനിയിൽ നിന്നുള്ള റോയൽ പ്രതിനിധികളായ പ്രിൻസ് ലിയോപോൾഡ്, ഫ്രാൻസ് ഫോൺ ബയൺ എന്നിവരും തങ്ങളുടെ അടുത്ത സുഹൃത്തും ബന്ധുവുമായ രാജാവിന് ആശംസകൾ നേരാൻ എത്തിയിരുന്നു. രാവിലെ കൊട്ടാരപ്പള്ളിയിൽ നടന്ന പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സൈനിക ബഹുമതിയും വ്യോമസേനയുടെ ആദരവ് പ്രകടനവും നടന്നു. കുട്ടികൾ രാജാവിന് പൂച്ചെണ്ടുകൾ നൽകി സ്നേഹം പങ്കുവച്ചു. ഉച്ചവിരുന്നിന് ശേഷം രാത്രിയിൽ ഗംഭീരമായ ഡിന്നർ പാർട്ടിയും നടന്നു. അമേരിക്കയുമായി ഇസ്രയേലുമായും ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിന് ശേഷം പേർഷ്യൻ ഗൾഫിലും ഹോർമൂസ് കടലിടുക്കിലും പുതിയൊരു അധ്യായം തുടങ്ങുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി വ്യാഴാഴ്ച പുറത്തുവിട്ട ലിഖിത സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇറാന്റെ പുതിയ നയം വ്യക്തമാക്കിയത്. പേർഷ്യൻ ഗൾഫ് മേഖലയുടെ ഭാവി അമേരിക്ക ഇല്ലാത്ത ഒന്നായിരിക്കുമെന്ന് ഖമനേയി പറഞ്ഞു. മേഖലയിലെ ജനങ്ങളുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനുമായിരിക്കും ഇനി മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ പുതിയ ഭരണ സംവിധാനവും മാനേജ്മെന്റും നടപ്പിലാക്കും. ഇത് ഗൾഫ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും സമാധാനവും നൽകും. വിദേശ ശക്തികൾക്ക് ഈ മേഖലയിൽ ഇനി സ്ഥാനമില്ലെന്നും അധിനിവേശ ശ്രമങ്ങളും അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ ശത്രുവിന് ഹൃദയാഘാതം വരും, പുതിയ ആയുധം പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഇറാൻ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.